Hi all, my name is Eljo John. My name is Anujal. We are the OIT trainers in Francis Academy for Advanced Studies. നമുക്ക് ഇന്നത്തെ വീഡിയോ OIT ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള their main queries and worries നമുക്ക് മാഡത്തിനോട് തന്നെ ഡിസ്കസ് ചെയ്യാം. Good morning, madam. Good morning. Okay, if I am a medical professional, why I should choose OIT rather than IELTS, TOEFL or PTE? Okay. സോ ഇതൊരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്. നമ്മളിപ്പോൾ എല്ലാവരും OET ആണ് കൂടുതൽ ചൂസ് ചെയ്തത്. ഏർലിയർ ടൈംസിലാണെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകളായിട്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിന്നത് IELTSും അതുപോലെ PTE, TOEFL മുതലായ കോഴ്സുകളായിരുന്നു. ബട്ട് ഇപ്പോൾ OET ആണ് എല്ലാവരും മെഡിക്കൽ പ്രൊഫഷണൽസ് ചൂസ് ചെയ്യുന്നത്. കാരണം OET മറ്റുള്ള ലാംഗ്വേജ് ടെസ്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഇതൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണെങ്കിലും കൂടുതലായിട്ടും മെഡിക്കൽ പ്രൊഫഷണൽസ്, അതായത് മെഡിക്കൽ റിലേറ്റഡ് സിനീരിയോസ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ നമ്മളെന്നും ഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എല്ലാ മൊഡ്യൂൾസിലും ചോദിക്കുന്നത്. സോ നമ്മളെപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കും നമ്മുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഡീൽ ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെയായിരിക്കും എല്ലാവരും OET ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു മെഡിക്കൽ എൻവയറമെൻറ്റിലാണ്. യെസ്. ഓക്കെ ഓക്കെ, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണ്. ബട്ട് ഐ എം നോട്ട് അപ്ഡേറ്റഡ് വിത്ത് മൈ നോളേജ്. എനിക്ക് ഈസിലി ഒരു OET എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും മാഡം? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, OET മെഡിക്കൽ നോളജ് അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ വിൻ ചെയ്യാൻ കഴിയുള്ളൂ എന്ന്. ബട്ട് എക്സാക്ട്ലി റോങ്. ബിക്കോസ് ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റാണ്. നമ്മുടെ മെഡിക്കൽ നോളജ് അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റേ അല്ലേ. സോ നമ്മൾ ഇപ്പോൾ നമുക്ക് കുറേ ഗ്യാപ്പ് ഉള്ളവരാണെങ്കിലും നമുക്ക് കുറച്ച് ഏജ്ഡായി എന്ന് വിചാരിച്ച് ഒരിക്കലും OETക്ക് അങ്ങനെ എഴുതുന്നതിന് ഒരു ഏജ് ലിമിറ്റോ ഈവൻ കരിയർ ഗ്യാപ്പോ ഒന്നും ഇതിനകത്ത് ഒരു മാൻഡേറ്ററി ഫാക്ടറല്ല. സോ ഇപ്പോൾ ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും അതുപോലെ കുറച്ച് ഏജ്ഡ് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും OET എക്സാം അപ്പിയർ ചെയ്യാം. ആൻഡ് നമുക്ക് മെഡിക്കൽ നോളജ് ഒന്നും ആവശ്യം വേണമെന്നില്ല. ബിക്കോസ് നമ്മൾ ഈച്ച് ആൻഡ് എവറി മോഡ്യൂൾസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും നമ്മുടെ ഡേറ്റ വളരെ കറക്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ ആ ക്വസ്റ്റ്യനിലുള്ള ഡേറ്റ അല്ലാതെ നമ്മൾ ഔട്ട് ഓഫ് ടോപ്പിക്കിൽ പോകേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മെഡിക്കൽ നോളജിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് നല്ലൊരു ഗുഡ് ലാംഗ്വേജ് സ്കിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈസി ആയിട്ട് OET എക്സാം വിൻ ചെയ്യാം. ഓക്കെ, സോ അപ്ഡേറ്റഡ് നോളജ് ഇല്ലെങ്കിലും എനിക്ക് ഈസിലി OET എക്സാം വിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ മാഡം, ഏതൊക്കെ പ്രൊഫഷൻസിന് OET എക്സാമിന് അപ്പിയർ ചെയ്യാൻ സാധിക്കും? ഓക്കെ, ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മോസ്റ്റ്ലി നേഴ്സസ് മാത്രമാണ് OET എഴുതുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ബട്ട് നമുക്ക് OET കേംബ്രിഡ്ജ് അപ്രൂവ്ഡ് ആയിട്ട് 12 പ്രൊഫഷണൽസിന് OET എഴുതാൻ പറ്റും. മോസ്റ്റ്ലി നേഴ്സസ്, സെക്കൻഡ് ഡോക്ടേഴ്സ് ആയിരിക്കും, പിന്നെ ഡെന്റിസ്റ്റ് എഴുതാം, അതുപോലെ ഡയറ്റീഷ്യൻ, ഒപ്റ്റോമെട്രിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, പീഡിയാട്രിസ്റ്റ്, വെറ്റിനറി സയൻസ്. സോ ഇവർക്കെല്ലാവർക്കും OET എക്സാം അപ്രൂവ്ഡ് ആണ്. ഓക്കെ മാഡം, ഞാൻ OETയുടെ ഗ്രേഡിംഗ് സിസ്റ്റത്തെ പറ്റി കേട്ടിട്ടുണ്ട്. Could you please comment me on that? ഓക്കെ, നമുക്ക് IELTSന്റെ ബാൻഡ് ലെവൽ സ്കോർ മാത്രമാണ് നമ്മൾ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് കേട്ടിട്ടുള്ളത്. 7 ബാൻഡ് സ്കോർ, 8 ബാൻഡ് സ്കോർ, 9 ബാൻഡ് സ്കോർ മുതലായ സ്കോറുകളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സോ OETയിൽ വരുമ്പോൾ OETയിൽ നമുക്ക് മെയിൻലി ഗ്രേഡിംഗ് സിസ്റ്റംസ് ആണ്, ലൈക്ക് A ഗ്രേഡ്, B ഗ്രേഡ്, C+, C ഗ്രേഡ്, D ഗ്രേഡ്. ഓക്കെ, മോസ്റ്റ്ലി നമുക്ക് വേണ്ടത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വേണ്ട ഒരു റിക്വയർഡ് സ്കോർ B ലെവലാണ്. ഓക്കെ, B ലെവൽ മീൻസ് സെയിം ലൈക്ക് IELTSനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് 7 ബാൻഡ് സ്കോർ ആണ്. ഓക്കെ, സോ ചില കൺട്രീസ് C+ ലെവലും കൂടി അക്സെപ്റ്റഡ് ആണ്. ലൈക്ക് UK പോലുള്ള കൺട്രീസ്, UK റൈറ്റിംഗ് സ്കോർ IELTSന് 6.5 ആക്കിയപ്പോൾ ദ സെയിം ടൈം അവർ OETക്കും റൈറ്റിംഗ് C+ ലെവൽ ആക്കിയിട്ടുണ്ട്. സോ ഇതൊരു മാർക്കിംഗ് സിസ്റ്റം കൂടിയാണ്. ദേ വിൽ ഗിവ് യു മാർക്സ് ലൈക്ക് ഔട്ട് ഓഫ് 500. സോ ഔട്ട് ഓഫ് 500 350 ആണ് നമ്മുടെ റിക്വയർഡ് സ്കോർ ഫോർ B ലെവൽ. സോ അബൌട്ട് 300 ആയിരിക്കും നിങ്ങൾക്ക് ഒരു C+ ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട സ്കോർ. ഓക്കെ, ദെൻ ലെസ് ദാൻ 300 ആണെങ്കിൽ അതൊരു C ഗ്രേഡ് ലെവലിലേക്ക് പോകും. അത് IELTSന്റെ ഒരു 6 ബാൻഡ് സ്കോറിലേക്ക് പോകും. സോ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട നമ്മുടെ റിക്വയർഡ് സ്കോർ എന്ന് പറയുന്നത് C+ ആൻഡ് B ലെവൽ. ഓക്കെ, ദെൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള കൺട്രീസിലേക്കാണെങ്കിൽ ക്ലബിംഗ് സ്കോർ ആക്സെപ്റ്റഡ് ആണ്. അതുപോലെ UKക്കും ആക്സെപ്റ്റഡ് ആണ്, 6 months ക്ലബിംഗ് ആക്സെപ്റ്റഡ് ആണ്.
ഓക്കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ആണെങ്കിൽ 1 ഇയർ ക്ലബിംഗ് അക്സെപ്റ്റഡ് ആണ്. ആൻഡ് അയർലൻഡ് ആണെങ്കിൽ ക്ലബിംഗ് അക്സെപ്റ്റഡ് ആയിട്ടില്ല ഇതുവരെ. ബട്ട് ഇപ്പോൾ ഒരു റീസെൻറ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഏതെങ്കിലും ഒരു മൊഡ്യൂൾസിന് നിങ്ങൾക്ക് C+ ആണെങ്കിൽ നിങ്ങൾക്ക് അയർലൻഡ് ചൂസ് ചെയ്യാം. ഓക്കെ, സോ വളരെ ഈസി ആയിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ, ബൈ പ്രാക്ടീസ്, നമുക്ക് ഇല്ലാത്തൊരു സ്കില്ല് നമ്മൾ മേക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ബൈ പ്രാക്ടീസ്. നമ്മൾക്ക് നല്ല ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക, അതുപോലെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് OET ട്രാക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. സോ ഒരു ആവറേജ് ലെവലുള്ള ഒരു സ്റ്റുഡൻറ്റിന് 3 months എങ്കിലും പ്രാക്ടീസ് ചെയ്യുക, ഡെഫിനറ്റ്ലി OET ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ മാഡം, നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തത് OET ബിഗിനേഴ്സിനുള്ള ചില ക്വറീസ് ആൻഡ് വറീസ് ആണ്. വി ആർ പ്രൊവൈഡിങ് ദ ബെസ്റ്റ് കോച്ചിങ് ഫോർ OET. ആൻഡ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ആൻഡ് വറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.